എല്ലാവർക്കും നമസ്കാരം. ജൈവമാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ പ്രധാനമായും 3 തലത്തിലാണ് ലഭ്യമാണെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അത് ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകൾ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റുകൾ, കൊമേഴ്ഷ്യൽ ബയോഗ്യാസ് പ്ലാന്റ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റുകൾ എന്താണ് എന്നാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റുകൾ എന്ന് പറയുന്നത് ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്ന ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളെക്കാൾ വലിപ്പം കൂടിയ പ്ലാന്റുകളായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാന്റുകളിലും സാധാരണ ഫ്ലോട്ടിംഗ് ഡോം, ഫിക്സഡ് ഡോം, മൾട്ടി സ്റ്റേജ് ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഡൈജസ്റ്ററുകൾ ലഭ്യമാണ്. അത് ഓരോ സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന ജൈവാവശിഷ്ടങ്ങളുടെ അളവിനും അവയുടെ ഘടനയ്ക്കും അനുസരിച്ച് അനുയോജ്യമായ മാതൃകയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാന്റുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒന്നിലധികം ആളുകൾ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളെയും നമുക്ക് സ്ഥാപനങ്ങളായിട്ട് കൂട്ടാം. അതായത് 4-5 അംഗങ്ങൾ വരെയുള്ള സ്ഥലങ്ങൾ നമ്മൾ വീടുകളുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാലും അതിലധികം ആളുകൾ ഒരുമിച്ച് കൂടി ദൈനംദിന പ്രവർത്തനങ്ങൾ, അത് വ്യവസായശാലകളാകാം, ഓഫീസുകളാകാം, ഫാക്ടറികളാകാം, സ്കൂള്, അതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഇതെല്ലാം സ്ഥാപനങ്ങളുടെ കാറ്റഗറിയിൽ പെടുന്നവയാണ്. ഇവിടെയെല്ലാം ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഫലമായി ജൈവ അവശിഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ജൈവാവശിഷ്ടങ്ങളെ സംസ്കരിക്കുന്നതിന് പലപ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ ഉള്ള ഏജൻസികൾക്ക് ഇത് കൈമാറുകയോ അല്ലെങ്കിൽ മറ്റ് വിധങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കളക്ഷൻ സംവിധാനങ്ങളിൽ പ്രയോജനപ്പെടുത്തി ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിന് ശ്രമിക്കുകയൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ ആ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന ജൈവാവശിഷ്ടങ്ങളുടെ അളവിന് അനുയോജ്യമായ വലിപ്പത്തിലുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചാൽ മറ്റാരുടെയും സഹായമില്ലാതെ, തുടർ ചെലവുകളൊന്നും തന്നെ ഇല്ലാതെ ജൈവ മാലിന്യങ്ങൾ ഓരോ ദിവസവും സംസ്കരിക്കുന്നതിനും അതിലൂടെ ലഭിക്കുന്ന ബയോഗ്യാസ് മറ്റ് ഇന്ധന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന, ഈവൻ ഒരു ചെറിയ 5-10 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവർ കഴിക്കുന്ന ഉച്ചഭക്ഷണത്തിൻ്റെയും മറ്റും അവശിഷ്ടങ്ങൾ ഒരു ചെറിയൊരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ച് അതിൽ നിക്ഷേപിച്ച് സംസ്കരിക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഗ്യാസ് അത്യാവശ്യമോടെ വെള്ളം ചൂടാക്കുന്നതിനോ ചായയോ കാപ്പിയോ ഒക്കെ തയ്യാറാക്കുന്നതിനോ ഒക്കെ ഉപയോഗിക്കാം. ഇത് ഓരോ സ്ഥലത്തുള്ള ജൈവാവശിഷ്ടങ്ങളുടെ അളവിന് അനുയോജ്യമായ വലിപ്പത്തിലുള്ള പ്ലാന്റ് സെലക്ട് ചെയ്യണമെന്ന ഒരു കാര്യം മാത്രമാണ് അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും ബയോഗ്യാസുകൾ വീടുകൾ എന്ന പോലെ തന്നെ ഒരു അവിഭാജ്യ ഘടകമായി മാറേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് സർക്കാർ മാലിന്യമുക്തമായ ഒരു ദേശം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അത്തരത്തിലുള്ള ഒരു ശ്രമത്തിന് ഏറ്റവും കൂടുതൽ സഹായകരമെന്ന് പറയുന്നത് വികേന്ദ്രീകൃതമായി ജൈവാവശിഷ്ടങ്ങളെ സംസ്കരിക്കുക എന്നുള്ളതാണ്. കേന്ദ്രീകൃത സംസ്കരണ മാർഗങ്ങൾ പലപ്പോഴും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളേവരും ബോധവാന്മാരാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പരിസ്ഥിതി മലിനീകരണം കൂടാതെ ജൈവാവശിഷ്ടങ്ങളെ യഥാസമയം സംസ്കരിക്കുന്നതിന് ഓരോ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ സഹായകരമാണ്. ബയോഗ്യാസ് പ്ലാന്റുകൾ ജൈവമാലിന്യ സംസ്കരണത്തിന് വേണ്ടി സ്ഥാപിച്ചാൽ അതിൽ ശ്രദ്ധിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതായത് ജൈവ അവശിഷ്ടങ്ങൾ പ്ലാന്റിൽ എങ്ങനെ ആണ് ഫീഡ് ചെയ്യേണ്ടത്, അതിൽ നിക്ഷേപിക്കേണ്ടതെന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം ഫീഡിങ് നടത്താൻ കഴിഞ്ഞാൽ ജൈവമാലിന്യ സംസ്കരണത്തിനായി സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ ദീർഘകാലം കാര്യക്ഷമമായി പ്രവർത്തിക്കും. അത് പ്ലാന്റ് സ്ഥാപിക്കുന്ന സമയത്ത് സ്ഥാപിച്ചു തരുന്ന ഏജൻസിയിൽ നിന്നും വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. മറ്റൊരു കാര്യം, ബയോഗ്യാസ് പ്ലാന്റുകളിലേക്ക് ഫീഡ് ചെയ്യുന്ന ജൈവാവശിഷ്ടങ്ങൾ പരമാവധി വലിപ്പം കുറഞ്ഞ അളവിലുള്ള ജൈവാവശിഷ്ടങ്ങളായിരുന്നാൽ സംസ്കരണം വേഗത്തിൽ നടക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നാര് അധികമായിട്ടുള്ള ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിക്കാൻ കമ്പോസ്റ്റ് ഗാർഡൻ പോലെയുള്ള മറ്റ് മാർഗങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിനോടൊപ്പം ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. ഈ ഒരു കാര്യം, അതായത് ഫീഡിംഗ് ഇൻസ്ട്രക്ഷൻ ശരിയായ വിധത്തിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ പ്ലാന്റുകൾ ദീർഘകാലം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലാന്റുകളിൽ കംപ്ലൈൻറ്റുകൾ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഒരു പീരിയോഡിക്കൽ സർവീസിങ്, ഒരു 3 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ ഒരു സർവീസിങ് ചെയ്തു പോകുന്നത് ഭാവിയിൽ പ്ലാന്റുകൾക്ക് കേടുപാടുകൾ
സംഭവിക്കുന്നത് വലിയൊരളവ് വരെ തടയാൻ സാധിക്കും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ബയോഗ്യാസ് പ്ലാന്റുകൾ പ്രവർത്തിപ്പിച്ചാൽ മുടക്കുന്ന പണം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ബയോഗ്യാസായും ജൈവവളമായും മറ്റ് സംസ്കരണ മാർഗങ്ങളിലുള്ള എക്സ്പെൻസ് ലാഭിക്കുന്ന വിധത്തിലും തിരികെ ലഭിക്കും എന്ന കാര്യം കൂടെ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. താങ്ക് യു.